വരുന്നേ, ആരാ? ഭഗവാനെ, ഈ പ്ലാസ്റ്റർ ഏത് ഭാഗത്തായിരുന്നു? വലത്തെ ഉണ്ടക്കണ്ണിന്റെ മോളിൽ. കറക്റ്റ്. തുറക്കണോ വാതിൽ? എല്ലാം ക്യൂറായി. പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ 6 മാസത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 മാസത്തേക്കല്ല, ആജീവനാന്തം ബാൻഡേജ് കെട്ടേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ. മിസ്റ്റർ, താൻ എന്താ കരുതിയേ? തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ? ഇന്ദു പറഞ്ഞോണ്ട് മാത്ര അവളൊരു പാവായിപ്പോയി. ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു. തെറ്റ് തന്നെ, സമ്മതിച്ചു. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം, എങ്ങോട്ടെങ്കിലും. കൊള്ളാം, അഭിനയം കലക്കി. അതെ, അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത്. ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്കൊരു 100 മണീസ് വേണം, വളരെ അത്യാവശ്യം. 100 മണീസോ? എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല. ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനെവിടുന്ന കാശ്? അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്റെ കാശ് കൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും, മറ്റു പലതും വാങ്ങിക്കും. താനാരാ ചോദിക്കാൻ? നീ വന്നോ? പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കി വിടുന്നു. ആരെ? ആ മരങ്ങോടനെ. പിന്നെ അല്ലാതെ ആരെയാ? ലത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നിവിടെ അവറാച്ചനും കൂട്ടരും വിശ്വനെ അന്വേഷിച്ച് വന്നിരുന്നു. പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കി. ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട അവരെ മടക്കി അയച്ചത്. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവാന്നാ. നിനക്ക് കാണുന്നവരൊക്കെ പാവാ. ഇതൊക്കെ അവന്റെ നമ്പറാ. ശരിയാവില്ല. വിശ്വം പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെയർമാൻ ആളൊരു ശുദ്ധനാ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളും. എന്താലേ, എന്ത് പണിയാ ഈ കാണിച്ചേ? ആ ഭാർഗവി ചേച്ചി നമ്മുടെ വീട്ടിൽ ഒന്ന് കുത്തിയിരിക്കുക. അതെന്തിനാ? എന്താ? എന്തിനാണ് അവരുടെ വാച്ചൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുവരാൻ പോയത്? അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ 2-3 ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും സാരമില്ല ചേട്ടാ, ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം. നല്ല കളിയായി. ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ ഭാർഗവ ചേച്ചി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. അതിങ്ങോട്ട് തന്നെ അതങ്ങ് കൊടുത്തേക്ക് മോളെ. എന്തിനാ ഈ അങ്ങനെ സാധനങ്ങൾ? അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. കള്ള പെറ്റീഷൻ കൊടുത്ത് പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും അല്ലേ? നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 അങ്ങോട്ട് അടിക്കും. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ, കാണിച്ചു തരാം. പിന്നെന്താ, ലഡ്ഡോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചു തരാം. ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ? ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. സുഖമാണോ? ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ആഗ്രഹമില്ലഞ്ഞിട്ടാണോ കുട്ടിയെ? അവിടെയുള്ള ആളിന്റെ വാശിയെ കുറിച്ച് ഞാൻ മോളോട് പറയണോ? വാദിക്കാവുന്നിടത്തോളം ഞാൻ വാദിച്ചു നോക്കി. ഒരു കുലുക്കം ഇല്ല. മുത്തശ്ശി കാണാൻ കൊതിയാവുന്ന ഗുരുക്കളമ്മ. മുത്തശ്ശിക്ക് സുഖാണോ? മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. വിശ്വനാഥന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായി നടക്കുന്നമ്മ. അയാളൊന്ന് നേരിട്ട് കാണാൻ ഉണ്ടോ ഇവിടെ? അയ്യോ, ഇവിടെ ഇല്ല. ഓഫീസ് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ടോളാം. അത് ഇന്ന് ഓഫീസിൽ ഉണ്ടാവില്ല. 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് ഇന്നിനി. എത്ര വൈകിയാലും സാരില്ല. വിശ്വനാഥൻ വന്ന് കണ്ടിട്ടേ ഗുരുക്കളമ്മ മടങ്ങുള്ളൂ. പോരെ? സന്തോഷായില്ലേ?
എന്താ സിസ്റ്റർ മുഖത്തൊരു ടെൻഷൻ? പതുക്കെ നാട്ടിൽ നിന്ന് ഗുരുക്കളമാവ് വന്നിട്ടുണ്ട്. വിശ്വേട്ടനെ കണ്ടിട്ടേ മടങ്ങൂന്ന് വാശി പിടിച്ച് നിൽക്കുക. വിശ്വേട്ടന്റെ ബിസിനസ് പ്രശ്നങ്ങളെ കുറിച്ച് അമ്മാവൻ അറിഞ്ഞാ അത് പിന്നെ മുത്തശ്ശി അറിയും. ആകെ കുറച്ചിലാവും. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഉണ്ണി ഒരു ഉപകാരം ചെയ്യോ? പറയൂ സിസ്റ്റർ. ലതയുടെ ഓഫീസിൽ ചെന്ന് അത്യാവശ്യമായിട്ട് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. എന്താ വേണ്ടതെന്ന് അവൾ വന്നിട്ട് തീരുമാനിക്കാം. ഞാനിപ്പോ തന്നെ പറഞ്ഞിട്ട് വരാം. ആഹാ, വരാൻ വൈകൂന്ന് പറഞ്ഞു. വിശ്വനാഥൻ എപ്പോ എത്തി? അല്ല, ഞാൻ ഒന്നും പറയണ്ട. സൂര്യനാരായണ ഗുരുക്കൾ ഇന്ദുമോള് പറഞ്ഞിട്ടില്ലേ? അമ്മാവൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നോക്കൂ, അത് മാത്രം പറയരുത്. മുത്തശ്ശിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളെ കുറിച്ച് ഉണ്ടാവും. എനിക്ക് അങ്ങനൊന്നും ഇല്ല. അയ്യോ, ഞാനല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ടൊന്നോളൂ. വളരെ ഗൗരവമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ. തൽക്കാലം ഇന്ദുമോള് അറിയണ്ട. മുത്തശ്ശി മരണശയ്യയില്ല. എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ. ഈ വാർത്ത ഇന്ദുമോൾ അറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി മോൾക്കുണ്ടാവില്ല. പേരക്കുട്ടിയും ഭർത്താവിനെ അവസാനായി ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് മുത്തശ്ശിക്ക്. കഷ്ടകാലത്തിന് നമ്മൾ അവിടെ എത്തുന്നതിനും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നിങ്ങൾക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു മനോവ്യഥയാവും. ഇനി എല്ലാം വിശ്വനാഥന്റെ കയ്യിലാ. തറവാട്ടിലെത്തണ വരെ മുത്തശ്ശിയുടെ ഗുരുതരാവസ്ഥ ഇന്ദുമോൾ അറിയാൻ പാടില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിച്ചോളണം. പേടിക്കണ്ട. ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയണത് തെറ്റല്ല. ഞാൻ പറഞ്ഞു നോക്കാം. എന്നാ ഞാൻ പോയി ഒരു കാറ് പിടിച്ചിട്ട് വരാം. വൈകിക്കണ്ട, പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. സിസ്റ്റർ, സിസ്റ്റർ കരുതും പോലെ അത്ര സീരിയസ് ഒന്നുമല്ല. ഒന്നും എന്നോട് ഒളിച്ചു വെക്കാൻ നോക്കണ്ട. എല്ലാം ഞാൻ കേട്ടു. ഞാൻ വിശ്വനാഥനല്ലെന്ന് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ. പക്ഷേ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. എന്തു പറ്റി പറയാമോ? നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ഗുരുക്കളമ്മാവൻ ഇപ്പൊ എത്തും. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? ഉണ്ണിയെ വിശ്വനായിട്ട് കൊണ്ടുപോകാനോ? അതൊന്നും ശരിയാവില്ല. ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ പറഞ്ഞതാ. വിശ്വട്ടം വരുന്നത് വരെ എന്ന് വരുമെന്ന് കരുതിയാ? അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല. വിശ്വത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നീ ധൈര്യമായിട്ടിരിക്കുക.